സാങ്കേതിക സർവകലാശാല വിസി നിയമനം റദ്ദാക്കിയ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഗവർണർ നടത്തുന്ന നീക്കങ്ങൾ പുതിയ വഴിത്തിരിവിലേക്ക്. നാളെ രാവിലെ 11:30 മുമ്പ് സംസ്ഥാനത്തെ 9 സർവകലാശാലകളിലെയും വൈസ് ചാൻസലർമാരോട് രാജിവെക്കാൻ ഗവർണർ ആവശ്യപ്പെട്ടു. എന്നാൽ ഗവർണറുടെ നിലപാട് അംഗീകരിക്കില്ലെന്നും തലസ്ഥാനത്ത് തുടരുമെന്നും കണ്ണൂർ വൈസ് ചാൻസലർ ഗോപിനാഥ് രവീന്ദ്രൻ പ്രതികരിച്ചു. അതിനിടെ ആരോഗ്യ സർവകലാശാല വിസിക്ക് കേരള വിസിയുടെ ചുമതല നൽകിയേക്കും. വൈസ് ചാൻസലർമാരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള സെർച്ച് കമ്മിറ്റിയിൽ UGC പ്രതിനിധിയും സർക്കാർ പ്രതിനിധിയും അക്കാദമിക് വിദഗ്ധനും ഉൾപ്പെടണമെന്നാണ് ചട്ടം. സെർച്ച് കമ്മിറ്റി യോഗം ചേർന്ന് യോഗ്യതയുള്ള 5 പേരുടെ ലിസ്റ്റ് വിസി സ്ഥാനത്തേക്ക് തയ്യാറാക്കും. ഇതിൽ ആദ്യ പേരുകാരനാകും സ്വാഭാവികമായും വൈസ് ചാൻസലർ ആവുക. ഈ നിയമം അട്ടിമറിച്ച് APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് MR രാജശ്രീയെ നിയമിച്ചതാണ് സുപ്രീം കോടതി റദ്ദാക്കിയത്. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിൽ ചട്ടങ്ങൾ മറികടന്ന് മുഖ്യമന്ത്രി തന്നെ ഇടപെട്ടതായാണ് ഗവർണറുടെ പരാതി. സെർച്ച് കമ്മിറ്റിയിൽ UGC പ്രതിനിധിക്ക് പകരം ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ പ്രതിനിധിയെ ഉൾക്കൊള്ളിച്ചതാണ് വിവാദമായത്. അക്കാദമിക് വിദഗ്ധന് പകരം ചീഫ് സെക്രട്ടറിയെ മാത്രം ഉൾപ്പെടുത്തിയത് 2013 UGC ചട്ടങ്ങളുടെ ലംഘനമാണെന്നും സുപ്രീം കോടതി ഉത്തരവിൽ പരാമർശം ഉണ്ട്. ഈ വിധിയുടെ പശ്ചാത്തലത്തിലാണ് 9 സർവകലാശാലകളിലെയും BC-മാരോട് ഗവർണർ രാജി ആവശ്യപ്പെട്ടത്. സാങ്കേതിക സർവകലാശാലയ്ക്ക് പുറമെ കണ്ണൂർ, ഫിഷറീസ്, MG, കേരള, സംസ്കൃത സർവകലാശാലകളിലേക്കും ചട്ടങ്ങൾ മറികടന്ന് ഒരു പേര് മാത്രമാണ് VC സ്ഥാനത്തേക്ക് സെർച്ച് കമ്മിറ്റി ശുപാർശ ചെയ്തത്. ഇതിനു പുറമെ അക്കാദമിക് വിദഗ്ധർക്ക് പകരം ചീഫ് സെക്രട്ടറിയെ അംഗമാക്കിയുള്ള കമ്മിറ്റിയുടെ ശുപാർശയിൽ VC-മാരെ നിയമിച്ച മറ്റ് 3 സർവകലാശാലകൾ കൂടി ഗവർണറുടെ ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ പ്രതിരോധത്തിൽ ആയി. അതേസമയം രാജിവെക്കില്ലെന്നും പുറത്താക്കുന്നെങ്കിൽ പുറത്താക്കട്ടെ എന്നുമായിരുന്നു കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ഗോപിനാഥ് രവീന്ദ്രന്റെ പ്രതികരണം. ഇപ്പൊ പെട്ടെന്ന് രാജിവെക്കുന്നില്ല. അവർക്ക് മാറ്റണമെങ്കിൽ ഇത് കോടതിയിൽ ഇതാണെങ്കിൽ അങ്ങനെ പിരിച്ചുവിടാലോ വൈസ് ചാൻസലർ. അത് ചെയ്യട്ടെ. ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ നീക്കി പകരം ചുമതല മുഖ്യമന്ത്രി ഏറ്റെടുക്കുന്ന അസാധാരണ സാഹചര്യത്തിലേക്കാകും നിലവിലെ നീക്കങ്ങൾ ചെന്നെത്തുക എന്നാണ് വിലയിരുത്തൽ. ന്യൂസ് 18 തിരുവനന്തപുരം. ഗവർണറുടെ നടപടി ഏകപക്ഷീയമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. നീക്കം സർക്കാർ ഗൗരവമായി കാണുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുകയാണ് ലക്ഷ്യം. പ്രതികരിക്കാതെ ഇനി മുന്നോട്ടു പോകാനാകില്ലെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ രാജ്യത്തോ കേരളത്തിലോ ഗവർണർമാരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ അത് വളരെ വ്യസനകരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൂച്ചുവിലങ്ങിടാനുള്ള ഒരു ആലോചനയുടെ ഭാഗമായിട്ട് തന്നെ നമുക്കിതിനെ കാണാൻ കഴിയും. ഈ പറയുന്ന വൈസ് ചാൻസലർമാരുടെ നേതൃത്വത്തിൽ കേരള സർവകലാശാല A++ നേടി, കാലിക്കറ്റും കുസാറ്റും കാലടിയും ഒക്കെ A+ നേടി. അപ്പോൾ അങ്ങനെയുള്ള ഒരു നല്ല പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിനെ തടസ്സപ്പെടുത്താൻ വേണ്ടി വിദണ്ഡവാദങ്ങൾ ഉന്നയിക്കുന്നത് തീർച്ചയായും അപലപനീയമാണ്. സർവകലാശാലയുടെ കാര്യങ്ങൾ അവർ തീരുമാനിക്കുമെന്ന് മന്ത്രി P. രാജീവ്. സ്വയംഭരണ സ്ഥാപനങ്ങളാണ് സർവകലാശാലകൾ. ഗവർണറുടെ നടപടി സാധാരണ നീക്കമെന്ന് പറയാനാവില്ല. രാഷ്ട്രീയ നിലപാട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി. അല്ല, എന്താ നോക്കാം. അപ്പൊ എഴുതിയിരിക്കുന്നതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ അറിയാമല്ലോ. സർവകലാശാല നിയമങ്ങൾ ഓരോരുത്തർ അധികാരം എന്ത് പറയുന്നതെല്ലാം നോക്കിയിട്ട് പരിശോധിക്കും. നിയമപരമായിട്ട് എന്തെങ്കിലും നേരിടാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അല്ല, അതിലിപ്പോ സർവകലാശാലകളല്ലേ, സ്വയംഭരണ സ്ഥാപനങ്ങളല്ലേ, അവരത് പരിശോധിച്ചോളൂ. അതെ, ഞാൻ പറഞ്ഞില്ല, കടലാസ് വന്നല്ലേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ പ്രതികരിക്കേണ്ട ഭാഗങ്ങളുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ആ സന്ദർഭത്തിൽ സൂചിപ്പിക്കാം. ഇങ്ങനെ ഒരു സാധാരണമല്ലാത്തത് അതാണല്ലോ, അവർക്കറിയാലോ എന്താന്ന്. ഗവർണർ നടപ്പിലാക്കുന്നത് RSS അജണ്ടയെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അധികാരം തോന്നിയ പോലെ ഉപയോഗിക്കാനുള്ളതല്ല, ജനാധിപത്യ സംവിധാനങ്ങൾ അട്ടിമറിക്കാനുള്ള ശ്രമത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുകയാണ്. ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിക്കുന്നതിനെ ശക്തമായി എതിർക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. നിയമവിരുദ്ധമായി നിയമിച്ചവരോട് രാജിവെക്കാൻ ആവശ്യപ്പെടുകയല്ലാതെ എന്ത് ചെയ്യാനാവുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഗവർണറുടെ നടപടി പ്രതിപക്ഷ ആരോപണം ശരിവെക്കുന്നതാണ്. UGC റെഗുലേഷൻ ലംഘിച്ച് സ്വന്തക്കാരെ സർക്കാർ നിയമിച്ചു എന്ന് വ്യക്തമായി. സർക്കാരും ഗവർണറും ഒന്നിച്ചു നിന്നാണ് VC സ്ഥാനങ്ങളിൽ നിയമനം നടത്തിയത്. സ്വന്തക്കാരെ നിയമിക്കാനായി ഇഷ്ടപ്പെട്ടവരെ VC-ആയി നിയമിച്ച കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു.
ഗവർണർ വിഷയത്തിൽ വ്യത്യസ്ത നിലപാടുമായി മുസ്ലിം ലീഗ്. വിസിമാരുടെ രാജി ആവശ്യപ്പെട്ട ഗവർണറുടെ നടപടി അതിരു കടന്നതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM.A. സലാം വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. ഒരു വിസിയുടെ നിയമനത്തിലാണ് സുപ്രീംകോടതി വിധി എന്നിരിക്കെ മറ്റുള്ളവരുടെ കൂടി രാജി ആവശ്യപ്പെടുന്നതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. അതേസമയം സുപ്രീംകോടതി വിധിയിലേക്ക് നയിച്ച സാഹചര്യം സർക്കാർ ഗൗരവമായി കാണേണ്ടതാണ് എന്നും വാർത്താക്കുറിപ്പിൽ അദ്ദേഹം പറഞ്ഞു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ച് LDF. അടുത്ത മാസം 15-ന് രാജ്ഭവന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കും. സർവകലാശാലകളിലെ ഗവർണറുടെ ഇടപെടൽ സ്വേച്ഛാധിപത്യപരമാണ് എന്നും LDF വിലയിരുത്തി. APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറുടെ നിയമനം സുപ്രീംകോടതി റദ്ദാക്കിയതിന് പിന്നാലെ സംസ്കൃത VC നിയമനത്തിലും മാനദണ്ഡം പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് വ്യക്തം. 6 സീനിയർ പ്രൊഫസർമാരെ ഒഴിവാക്കി സെർച്ച് കമ്മിറ്റി പാനൽ ഒരു പേര് മാത്രമാണ് ശുപാർശ ചെയ്തത്. സെർച്ച് കമ്മിറ്റി പാനലിലും മാനദണ്ഡം പാലിച്ചില്ല എന്ന് ആരോപണമുണ്ട്. സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലറായി ഡോക്ടർ MV നാരായണന്റെ പേര് മാത്രമായിരുന്നു സെർച്ച് കമ്മിറ്റി ശുപാർശ ചെയ്തത്. 6 സീനിയർ പ്രൊഫസർമാരെ ഒഴിവാക്കിയുള്ള സെർച്ച് കമ്മിറ്റി റിപ്പോർട്ടാണ് പുറത്തുവന്നത്. കാലിക്കറ്റ് സർവകലാശാലയിലെ സംസ്കൃത ഡീൻ ഉൾപ്പെടെയുള്ള സീനിയർ പ്രൊഫസർമാരുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കിയ ശേഷമാണ് ഒരു പേര് മാത്രമായി സെർച്ച് കമ്മിറ്റി ശുപാർശ ചെയ്തത്. കാലിക്കറ്റ് കുസാറ്റ് സർവകലാശാല VC നിയമനങ്ങൾക്ക് നേരത്തെ സെർച്ച് കമ്മിറ്റി ശുപാർശ ചെയ്ത പാനലുള്ളവരും സംസ്കൃതം സർവകലാശാലയുടെ ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയിരുന്നു. പക്ഷേ ഇവരും ഒടുവിൽ ഒഴിവാക്കപ്പെട്ടു. പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ ഡോക്ടർ VK രാമചന്ദ്രൻ, ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാൻ ഡോക്ടർ രാജൻ ഗുരുക്കൾ, കാളിദാസ സംസ്കൃത വിശ്വവിദ്യാലയം വൈസ് ചാൻസലർ പ്രൊഫസർ ശ്രീനിവാസ് വരഖേദി എന്നിവരായിരുന്നു സെർച്ച് കമ്മിറ്റി അംഗങ്ങൾ. സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാൻ ഡോക്ടർ രാജൻ ഗുരുക്കൾ സെർച്ച് കമ്മിറ്റിയിൽ അംഗമായതും UGC ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന അഭിപ്രായമുണ്ട്. സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ വിസിമാരുടെ നിയമനങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ ഗവർണർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ഇന്ത്യയുടെ വിജയത്തിൽ ആഹ്ലാദം അടക്കാനാകാതെ ഗവാസ്കറും പത്താനും. സുനിൽ ഗവാസ്കറും ഇർഫാൻ പത്താനും തുള്ളിച്ചാടുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. അയോധ്യയിലെ ദീപോത്സവത്തിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഗവർണർ ആനന്ദിബെൻ പട്ടേലും ചേർന്ന പ്രധാനമന്ത്രി സ്വീകരിച്ചു. അയോധ്യയിലെ രാംലല്ലയിൽ പ്രണാമം അർപ്പിച്ച പ്രധാനമന്ത്രി രാമക്ഷേത്ര നിർമ്മാണ പുരോഗതി വിലയിരുത്തുകയും ചെയ്തു. വൈകിട്ടോടെ അയോധ്യയിലെത്തിയ പ്രധാനമന്ത്രി രാംലല്ലയിൽ പ്രാർത്ഥന നടത്തി. പ്രതീകാത്മകമായി ശ്രീരാമന്റെ രാജ്യാഭിഷേകം നടത്തി സരയൂ നദിയിലെ ന്യൂഘട്ടിൽ ആരതി ഒഴിഞ്ഞു. जिसने उदार हृदय से सभी धर्मों को തുടർന്ന് ദീപോത്സവാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. സരയൂ നദിക്കരയിൽ നടന്ന ദീപോത്സവത്തിൽ 15 ലക്ഷം ദീപങ്ങൾ തെളിയിച്ചു. രാമക്ഷേത്ര നിർമ്മാണ പുരോഗതിയും പ്രധാനമന്ത്രി വിലയിരുത്തി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഗവർണർ ആനന്ദിബെൻ പട്ടേലും ഒപ്പമുണ്ടായിരുന്നു. വിവിധ സംസ്ഥാനങ്ങളിലെ നൃത്തരൂപങ്ങളുടെ 5 ആനിമേറ്റഡ് ടാബ്ലോകളും 11 രാംലീല ടാബ്ലോകളും ദീപോത്സവത്തിൽ അവതരിപ്പിച്ചു. രാം കി പൈഡിയിൽ നടന്ന ത്രിമാന ഹോളോഗ്രാഫിക്സ് പ്രൊജക്ഷൻ മാപ്പിംഗിനും മ്യൂസിക്കൽ ലേസർ പരിപാടിക്കും മോദി സാക്ഷ്യം വഹിച്ചു. ൽ രാമക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപനം നടത്തിയതിനു ശേഷം ആദ്യമായാണ് പ്രധാനമന്ത്രി അയോധ്യയിലെത്തുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങൾ നിഷേധിച്ച മുൻമന്ത്രി ഡോക്ടർ തോമസ് ഐസക് മൂന്നാറിലേക്ക് ക്ഷണിച്ചു എന്ന് പറയുന്നത് സ്വബോധമുള്ള ആരും വിശ്വസിക്കുന്നതല്ല, സാമാന്യയുക്തിക്ക് നിരക്കുന്നതല്ല പറയുന്നത്. മന്ത്രിയായിരിക്കെ താൻ മൂന്നാറിൽ പോയിട്ടില്ല, ബോധപൂർവമാണ് തന്റെ പേര് വലിച്ചിഴച്ചത് എന്നും ഐസക് പറഞ്ഞു. CPIM നേതാക്കൾക്കെതിരായ സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ട കാര്യമില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ.
സ്വപ്ന പറയുന്നതിന് ഒരടിസ്ഥാനവുമില്ല. ധാർമ്മികതയിൽ നിന്ന് ഒളിച്ചോടുന്ന പ്രശ്നമില്ല. പക്ഷേ അവർ പറയുന്നതാണ് ധാർമ്മികതയെന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കരുത്. സ്വർണ്ണക്കടത്ത് കേസിൽ ഇതുവരെ സ്വപ്ന പറഞ്ഞത് കള്ളമെന്ന് തെളിഞ്ഞതായും ആ വ്യക്തി പറഞ്ഞതിന് മറുപടി പറയേണ്ടതില്ലെന്നും എം.വി. ഗോവിന്ദൻ പറഞ്ഞു. സ്വപ്ന പറയുന്നത് തുടർക്കഥയാണെന്നും ആദ്യം പറഞ്ഞു തീരട്ടെ എന്നും കാനൻ രാജേന്ദ്രൻ പ്രതികരിച്ചു. സ്വപ്നയുടെ വെളിപ്പെടുത്തലിൽ നടപടി വൈകുന്നത് ദുരൂഹമെന്ന് വി.ഡി. സതീശൻ. സരിതയ്ക്കുണ്ടായ വിശ്വാസ്യത എന്തുകൊണ്ടാണ് സ്വപ്നയ്ക്കില്ലാതായത്? സ്വപ്നയുടെ വെളിപ്പെടുത്തൽ തെറ്റാണെങ്കിൽ നിയമ നടപടി സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നും വി.ഡി. സതീശൻ ചോദിച്ചു. പോലീസിനെ ന്യായീകരിച്ചു മുഖ്യമന്ത്രി. രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസിംഗ് നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് മുഖ്യമന്ത്രി അവകാശപ്പെട്ടു. LDF സർക്കാരിന്റെ വ്യത്യസ്തവും ജനകീയവുമായ പോലീസിംഗ് നയത്തിന്റെ ഭാഗമായാണ് ഈ നേട്ടം. ഈ നയങ്ങളെയും ഖ്യാതിയെയും അട്ടിമറിക്കാൻ നടക്കുന്ന ഒറ്റപ്പെട്ട ചില ശ്രമങ്ങളെ അംഗീകരിക്കാനാവില്ല. അതേസമയം തന്നെ സേനയ്ക്കകത്തെ ഒറ്റപ്പെട്ട തെറ്റായ വാസനകളെ അനുവദിച്ചു കൊടുക്കാനും സർക്കാർ തയ്യാറല്ല. മികച്ച റെക്കോർഡുള്ള കേരള പോലീസിനെ പൊതുജനമധ്യത്തെ തരം താഴ്ത്തുന്ന ഏത് നീക്കങ്ങളെയും കർക്കശമായി നേരിടുമെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. സംസ്ഥാനത്ത് എല്ലായിടത്തും പോലീസ് അതിക്രമമാണ് നടക്കുന്നത് എന്ന് വി.ഡി. സതീശൻ. കേരളം തെക്ക് വടക്ക് ഗുണ്ടാ കോറിഡോറായി മാറി. ജില്ലാ പോലീസ് മേധാവിമാരെ നിയന്ത്രിക്കുന്നത് CPIM ആണെന്നും വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. കിളികൊല്ലൂർ പോലീസ് സ്റ്റേഷൻ മർദ്ദനത്തിൽ CIയും SIയും വിഷ്ണുവിനെയും വിഘ്നേഷിനെയും മർദ്ദിച്ചിരുന്നു എന്ന് തെളിയിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ സാക്ഷിമൊഴി പുറത്ത്. സ്റ്റേഷനിലെ വനിതാ SIയുടെ മൊഴിയാണ് പുറത്തുവന്നത്. കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥ കൂടിയായിരുന്ന SI സ്വാതി മജിസ്ട്രേറ്റിന് നൽകിയ മൊഴിയിലാണ് നിർണായക വിവരം ഉള്ളത്. കണ്ണൂർ പാനൂരിൽ പ്രണയം നിരസിച്ചതിന് യുവതിയെ കൊലപ്പെടുത്തിയത് 5-ാം പാതിര സിനിമാ മാതൃകയിൽ എന്ന് പോലീസ്. കൊലയ്ക്കുപയോഗിച്ച ആയുധങ്ങൾ കണ്ടെടുത്തു. ഗൂഗിൾ തെരഞ്ഞാണ് പ്രതി ശ്യാംജിത്ത് കൊലപാതകം ആസൂത്രണം ചെയ്തത്. കൊല്ലപ്പെട്ട വിഷ്ണുപ്രിയയുടെ സുഹൃത്തിനെയും വധിക്കാൻ ശ്യാംജിത്ത് പദ്ധതിയിട്ടിരുന്നു എന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. പാനൂരിൽ കൊല്ലപ്പെട്ട വിഷ്ണുപ്രിയയുടെ മൃതദേഹം സംസ്കരിച്ചു. വീട്ടുവളപ്പിലായിരുന്നു സംസ്കാരം. സമൂഹത്തിന്റെ നാനാതുറകളിൽ ഉള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു. വിഷ്ണുപ്രിയയുടെ കഴുത്തിലേറ്റ മുറിവാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പബ്ലിക് കംഫർട്ട് സ്റ്റേഷൻ നിർമ്മിച്ചു കുടുങ്ങി ബാലരാമപുരം ഗ്രാമപഞ്ചായത്ത്. SNDP യോഗം ക്ഷേത്രപകം ആയുള്ള ഭൂമിയിൽ അവകാശം സ്ഥാപിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന് വർഷങ്ങളായി നമ്പരോ ജലവൈദ്യുത കണക്ഷനോ ലഭിച്ചിട്ടില്ല. അക്കൗണ്ടന്റ് ജനറൽ ഓഫീസ് നടത്തിയ പരിശോധനയിലും കെട്ടിട നിർമ്മാണത്തിൽ വ്യാപക ക്രമക്കേടുണ്ട് എന്ന് കണ്ടെത്തിയതായാണ് വിവരം. ബാലരാമപുരം മംഗലത്തുകോണം SNDP ശാഖവക വസ്തുവിൽ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അനധികൃത നിർമ്മാണം നടത്തിയെന്ന പരാതിയാണ് നേരത്തെ ഉയർന്നത്. വസ്തുവിന്മേൽ ഇല്ലാത്ത അധികാരം സ്ഥാപിച്ച് ജില്ലാ പഞ്ചായത്ത് കെട്ടിടം നിർമ്മിക്കുകയായിരുന്നു. പ്രദേശത്തെ ഒരു സ്വകാര്യ വ്യക്തിയും പഞ്ചായത്തിന്റെ കെട്ടിട നിർമ്മാണ ചുമതലയുള്ള ഉദ്യോഗസ്ഥരും തമ്മിൽ ഒത്തുകളിച്ച് വഴിവിട്ട നീക്കം നടത്തുകയായിരുന്നു. നിർമ്മാണ ഘട്ടത്തിൽ തന്നെ നാട്ടുകാർ പരാതി ഉന്നയിച്ചെങ്കിലും അത് മറികടന്ന് മുന്നോട്ട് പോയി. അനധികൃതമായി നിർമ്മിച്ചൊരു കെട്ടിടമാണ്. കാരണം ജില്ലാ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരും അന്ന് ഇവിടെ നമ്മുടെ ശാഖയുടെ താൽക്കാലിക ഭാരവാഹികൾ ഇരുന്ന ആളും കൂടി ഒത്തുകളിച്ചിട്ട് ഇതിന് അഴിമതി കാണിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് നടത്തിക്കുന്നത്. കാരണം വസ്തു വിട്ടുകൊടുത്തിരിക്കുന്നത് SNDP ശാഖയാണെന്ന് പറയുമ്പോൾ തന്നെ അതൊരു വ്യക്തിയാണ് വിട്ടുകൊടുത്തിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്തിന്റെ രേഖപ്രകാരം ഒരു വ്യക്തി കൊടുത്തായിട്ടാണ് കാണുന്നത്. അത് AG's എൻക്വയറി വന്നപ്പോഴത്തേക്ക് വില്ലേജിൽ പോയി അവർ അന്വേഷിച്ചപ്പോഴും ആ ഒരു റിപ്പോർട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇത് മൊത്തത്തിൽ അഴിമതിയാണ് നടന്നിട്ടുള്ളത്. അത്യാവശ്യം വരുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ബാത്റൂം കൂടെ ക്ഷേത്രവകയായിട്ട് 10 ബാത്റൂം കെട്ടി വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഈ തിരുമുടി ഇവിടെ കൊണ്ട് വയ്ക്കുന്നതിൻ്റെ ഒരു 1.5 മീറ്റർ മാറിയിട്ടാണ് ഈ ശൗചാലയം ഇവിടെ കെട്ടിവെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് ഏതൊരു പിന്നെ ദൈവവിശ്വാസിയും കളങ്കപ്പെടുത്തുന്ന രീതിയിലാണ് ഈ ശൗചാലയം കൂടെ വരുന്നത്. കാര്യം എന്ന് പറയുമ്പോൾ അത് നമുക്കത് ജീവിതത്തിൽ ചിന്തിക്കാൻ പറ്റുന്നത്. കാരണം നിർമ്മാണം പൂർത്തിയാക്കി 4 വർഷമായിട്ടും കെട്ടിട നമ്പറോ വൈദ്യുത ശുദ്ധജല കണക്ഷനുകളോ ലഭിച്ചിട്ടില്ല. വില്ലേജ് രേഖകൾ പ്രകാരം ശാഖാവക വസ്തുവാണ്. ശ്രീനാരായണ ഗുരു മന്ദിരത്തിന് തൊട്ടടുത്ത പബ്ലിക് കംഫർട്ട് സ്റ്റേഷൻ സ്ഥാപിച്ചതിലും പ്രതിഷേധമുണ്ട്. അക്കൗണ്ടന്റ് ജനറൽ ഓഫീസ് നടത്തിയ പരിശോധനയിൽ ക്രമരഹിതമായി കെട്ടിടം നിർമ്മിച്ചതുവഴി പഞ്ചായത്ത് നഷ്ടം വരുത്തിയതായി കണ്ടെത്തിയെന്നാണ് വിവരം. പഞ്ചായത്തിനെതിരെ പ്രത്യക്ഷ സമര പരിപാടികളുമായി നീങ്ങാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. ന്യൂസ് 18 ബാലരാമപുരം. ഗവർണർക്കെതിരെ ഗുരുതര ആരോപണവുമായി കേരള സർവകലാശാല ഗവർണർ VCയെ ഫോണിൽ വിളിച്ച് രാജി ആവശ്യപ്പെട്ടതായാണ് വിവരം. വിവരങ്ങളുമായി VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, എന്താണ് വിശദാംശങ്ങൾ? അഭിലാഷി, 9 സർവകലാശാല VCമാരെയും രാജ്ഭവനിൽ നിന്ന് ഗവർണറുടെ സെക്രട്ടറി ഫോണിൽ വിളിച്ച് ഇത്തരത്തിൽ
ഗവർണറുടെ കത്ത് വന്നിട്ടുണ്ട്. നാളെ 11:30 മുമ്പ് രാജിവെക്കണമെന്ന നിർദ്ദേശം അതനുസരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു. പക്ഷേ കേരള സർവകലാശാല VC ഗവർണർ നേരിട്ട് ഫോണിൽ വിളിച്ചതാണ്. അതായത് ഗവർണറുടെ സെക്രട്ടറിയുടെ ഫോണിൽ നിന്ന് കേരള സർവകലാശാല VC നേരിട്ട് വിളിച്ചുവെന്നാണ് ഇപ്പോൾ സർവകലാശാല അധികൃതരുടെ ആരോപണം. നേരിട്ട് ഫോണിൽ വിളിച്ച് രാജിവെക്കണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ടു. താൻ നാളെ വിരമിക്കുകയാണ്, അതുകൊണ്ട് രാജിവെക്കുന്നില്ല എന്ന നിലപാട് VC അറിയിച്ചു. അപ്പോഴാണ് 21 മുൻകൂർ തീയതി വെച്ച് രാജിക്കത്ത് സമർപ്പിക്കണമെന്ന ആവശ്യം ഗവർണർ VCയോട് നേരിട്ട് ഉന്നയിച്ചതായുള്ള ആരോപണം ഉയരുന്നത്. VC പറഞ്ഞത് ഞാൻ രാജിവെക്കുന്നില്ല, നാളെ വിരമിക്കാനിരിക്കുകയാണ്, താങ്കൾക്ക് വേണമെങ്കിൽ പുറത്താക്കാം എന്ന നിലപാട് VC എടുത്തു. പക്ഷേ അതുപോലെ 21 മുൻകൂർ തീയതി വെച്ച് രാജിക്കത്ത് നൽകണമെന്ന ആവശ്യം ഗവർണർ നേരിട്ട് കേരള സർവകലാശാല VC മഹാദേവൻ പിള്ളയോട് ഉന്നയിച്ചതായാണ് സർവകലാശാലയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ, സർവകലാശാല വർത്തകർ ആരോപിക്കുന്നത്. മറ്റെല്ലാ VCമാരെയും ഇത്തരത്തിൽ ഫോണിൽ വിളിച്ച് രാജി ആവശ്യപ്പെട്ടു. അവരെല്ലാം തന്നെ വയ്ക്കാൻ കഴിയില്ല എന്ന നിലപാട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും തികച്ചും അസാധാരണവും തികച്ചും അനാരോഗ്യകരമായ സംഭവങ്ങളും പ്രത്യാരോപണങ്ങളുമാണ് ഇപ്പോൾ കേരളത്തിലെ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. നാളെ രാവിലെ 11:30 എല്ലാവരും രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിൽ ഇനി VCമാരുടെ പ്രതികരണങ്ങൾ, രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ ഒക്കെ വരും മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കാം. വാർത്തകൾ അവസാനിക്കുന്നില്ല. തടസ്സമില്ലാതെ News 18 യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.